കാര്യം മറക്കല്ലേ? ഇല്ല, മറക്കില്ല. മോളെന്താ വേഗം വന്നു? ആ, മോളിന്ന് കുറച്ച് നേരത്തെ വന്നു. അവൾക്കിന്ന് അവസാനത്തെ പീരീഡ് ക്ലാസ് ഉണ്ടായിരുന്നില്ല. ഒരു ടീച്ചർ ലീവായിരുന്നു പോലും. 3 ആളിൽ ഇട്ടിട്ട് പോവാ അവിടെ. തെറ്റല്ലേ ഇത്? ഇനി ഞാൻ പോവില്ല സാറേ. ഒരാൾക്ക് ഹെൽമെറ്റും ഇല്ല. അല്ല, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. സാറ് പറ്റേ, സാറിനോട് പറയാം. പഠിക്കേണ്ട സമയത്ത് പഠിക്കണ്ടേ അല്ലേ? സാർ വന്നു. ഞാൻ പിന്നെ വിളിക്കാം കേട്ടോ. ആ, CI സാർ വന്നു. സതീഷ, സാർ, അതാരാ? അയാള് സാറിനെ കാണാൻ കാത്തിരിക്കുകയായിരുന്നു. വരാൻ പറയേ. ശരി സാർ. ഇതാ സാറെ വിളിക്കുന്നു. ആ, ഇരിക്കൂ. താങ്ക് യു സർ. പറയൂ, എന്താണ്? സർ, ഞാൻ രാവിലെ വിളിച്ചിരുന്നു. ലിസി ടീച്ചറുടെ ഹസ്ബൻഡാണ്. ഓ, സർ, മൈ വൈഫ് ഈസ് മിസ്സിംഗ്. നിങ്ങൾ ഒരു 5 മിനിറ്റ് പുറത്ത് വെയിറ്റ് ചെയ്യും. ഞാനിപ്പോൾ വിളിക്കാം. സർ, അത് പ്ലീസ് ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യും. ശരി സർ. താങ്ക് യു. ആളെ മനസ്സിലായോ? ഇല്ല സാർ, മനസ്സിലായില്ല. എടോ, അന്ന് MDMA കേസുമായി ബന്ധപ്പെട്ട് ഇവിടെ പരാതി തരാൻ വന്ന ലിസി ടീച്ചറല്ലേ, അവരുടെ ഭർത്താവാ. ലിസി ടീച്ചർ? സാർ, അന്ന് ഇവൻ ഇല്ലായിരുന്നു. അതിനുശേഷമാണ് ഇവൻ ജോയിൻ ചെയ്തത്. ഞാൻ പറയാം. സർ, എൻ്റെ പേര് ലിസി. ഞാൻ ഇവിടെ ഹൈസ്കൂളിലെ ടീച്ചറാ. ഞാനൊരു പരാതി തരാനാ വന്നത്. എന്താണ് പരാതി? പറ ടീച്ചറെ. കുറച്ച് ദിവസങ്ങളായി എൻ്റെ ക്ലാസ്സിലെ കുട്ടികളുടെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും എന്തൊക്കെയോ മാറ്റങ്ങൾ വരുന്നതായി ഞാൻ ശ്രദ്ധിച്ചു. അവരുടെ കാര്യത്തിൽ എനിക്ക് എന്തൊക്കെയോ സംശയം തോന്നിയതുകൊണ്ട് ഞാൻ അവരറിയാതെ ഫോളോ ചെയ്യാൻ തുടങ്ങി. ഒരു ദിവസം സ്കൂളിന്റെ പരിസരത്ത് വെച്ച് ഈ കുട്ടികൾ കുറച്ച് മുതിർന്ന ആൾക്കാരുമായി സംസാരിക്കുന്നതും എന്തൊക്കെയോ കൈമാറുന്നതും ഞാൻ കണ്ടു. എന്താ ഇവിടെ? ആരാ നിങ്ങളൊക്കെ? എന്താ ഇവിടെ? ചോദിച്ചു കേട്ടില്ലേ? ടീച്ചറെ, ഒന്ന് താഴേക്ക് നോക്ക്. ടീച്ചർ ഒരു അക്ഷരം വേണ്ടിയ ഈ കത്യങ്ങ് കേട്ടു ഞാൻ. ഇതാരോടെങ്കിലും പറഞ്ഞ ടീച്ചറെ മോളെയും പിന്നെ ടീച്ചറെയും ഞങ്ങൾ കൊല്ലും. ഞങ്ങൾക്കെല്ലാം അറിയാം ടീച്ചറെ. അറിഞ്ഞല്ലേ പറ്റൂ. ഞങ്ങളുടെ പണി ഇതായിപ്പോയില്ലേ? അങ്ങനെ ടീച്ചറിന് ഓരോന്ന് പറഞ്ഞ് പേടിപ്പിക്കല്ലടോ. ടീച്ചർക്ക് എന്താ പേടി? ടീച്ചർ ആരോടും പറയാതിരുന്ന പോരെ? അല്ല ടീച്ചറെ? ഞാനിങ്ങനെ ഒരു പരാതി എന്നെന്നറിഞ്ഞാൽ ചിലപ്പോൾ എൻ്റെയും എൻ്റെ മോളുടെയും ജീവൻ വരെ അപകടത്തിലായേക്കാം സാറേ. പക്ഷെ ഒന്നും കണ്ടില്ലെന്ന് നടിക്കാൻ എനിക്ക് പറ്റില്ല സാർ. നിങ്ങളുടെ ഇൻറ്റൻഷൻ നല്ലതാ, തന്നോളൂ. ഞാൻ അവരെക്കുറിച്ച് ഒരുപാട് കഷ്ടപ്പെട്ട് പഠിച്ച് തയ്യാറാക്കിയ റിപ്പോർട്ടും ഇതിൻ്റെ കൂടെയുണ്ട്.
എന്നിട്ടന്ന് കേസ് രജിസ്റ്റർ ചെയ്തില്ലേ? കേസ് കൊടുത്തു, പ്രതികളെ അറസ്റ്റും ചെയ്തു. പക്ഷെ അവർക്കെതിരെ ഒരു തെളിവും നിരത്താൻ നമുക്ക് പറ്റിയില്ല. അവർക്ക് പിന്നിലൊക്കെ വമ്പൻ ടീമാടോ. ഇപ്പം ആ ടീച്ചർ മിസ്സിംഗ് ആണ്. പുള്ളിക്ക് അവരെയാണ് സംശയം. എന്നാ പിന്നെ ആ വഴിക്ക് അന്വേഷിച്ചാൽ പോരെ സാറേ? അവിടെയാടോ പ്രശ്നങ്ങൾ കിടക്കുന്നത്. എടോ, നമ്മൾ എത്ര നല്ലവരാന്ന് നോക്കിയാലും ചില ഘട്ടത്തിലെത്തുമ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരും. DYSP ഷിയാബ് സാറിന് വേണ്ടപ്പെട്ടവരാ ഇവരൊക്കെ. അതെ അതെ. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ ആകെ കൺഫ്യൂഷനിലായിരുന്നു. രാവിലെ പുള്ളി വിളിച്ചപ്പോൾ ആ ടീമിന് സംശയമുള്ളതായി പറഞ്ഞതാ. അതുകൊണ്ട് എനിക്ക് നിരുത്സാഹപ്പെടുത്തി സംസാരിക്കേണ്ടി വന്നു. പാവം, ഈ സമയം അത്രയും ഒരുപാട് അലഞ്ഞു കാണും. എന്തായാലും അകത്തേക്ക് വരാൻ പറ. ശരി സാർ. എന്താ പേര്? ആൻഡോ. ആൻഡോ, പറ. ഞാൻ രാവിലെ വിളിച്ചപ്പോൾ പറഞ്ഞിരുന്നു, രാവിലെ തൊട്ട് എൻ്റെ ഭാര്യയെ കാണാനില്ല. ഫോൺ സ്വിച്ച് ഓഫ് ആണ്. ഞാൻ എറണാകുളത്താണ് വർക്ക് ചെയ്യുന്നത്. ഇന്നലെ വിളിച്ചപ്പോൾ അവൾ ആകെ പേടിച്ച മട്ടിലായിരുന്നു. ഞാൻ കാര്യം തിരക്കിയപ്പോൾ അവൾ ഇന്നലെ ഉണ്ടായൊരു സംഭവം പറഞ്ഞു. അച്ചു, എന്താ മമ്മി? ഒന്ന് പോയി ആരാ നോക്കിയേ. ഓക്കെ. ഹായ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. സോറി, ഐ ഡിഡ്ന്റ് ഗെറ്റ് യു. മമ്മി. ഇവള് ആരാന്ന് മനസ്സിലായില്ല. ആ, സോറി ടീച്ചറെ, ഞാൻ ടീച്ചറോട് ചോദിക്കാതെ ഇവിടെ കയറിയിരുന്നു. നിങ്ങള്? ഞാൻ അലക്സ് കുര്യൻ. ടീച്ചർ വലിയ റിപ്പോർട്ടൊക്കെ ആയിട്ട് പോലീസിൽ കംപ്ലൈന്റ് കൊടുത്തിരുന്നില്ലേ? അതെന്റെ കുട്ടികൾക്കെതിരെയാ. സാധാരണ നമ്മൾ സിനിമയിലൊക്കെ കാണുന്നത് എന്നെപ്പോലുള്ള ഒരു വില്ലൻ വന്ന് ടീച്ചറെ പോലുള്ള ഒരാളെ ഭീഷണിപ്പെടുത്തി പരാതി പിൻവലിക്കാൻ പറയും. പക്ഷേ എനിക്കങ്ങനെ വില്ലനാവാൻ പറ്റില്ലല്ലോ. എനിക്ക് ഹീറോ ആവാനാണ് ഇഷ്ടം. അതുകൊണ്ടല്ലേ ആ പരാതി പിൻവലിക്കാതെ കേസ് വിജയിച്ച് ഞാൻ ടീച്ചറെ കാണാൻ വന്നത്. ഓക്കെ, എനിവേ, ലാഗടിപ്പിക്കാതെ വിഷയത്തിലേക്ക് വരാം. കഴിഞ്ഞത് കഴിഞ്ഞു, എല്ലാം വിട്ടു. പക്ഷേ ഇനിയും ടീച്ചറുടെ കൺമുന്നിൽ ചിലതൊക്കെ കണ്ടേക്കാം. അതിലൊന്നും ഇടപെടാൻ നിൽക്കണ്ട. എന്തിനാ ടീച്ചറെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടുന്നത്? മമ്മി. മോള് സ്മാർട്ടാണല്ലോ. അലക്സ് കുര്യൻ. നിങ്ങളുടെ ഭാര്യ അതിനുശേഷം വേറൊന്നും കണ്ടിട്ടുമില്ല, ഒന്നും ഉണ്ടായിട്ടുമില്ല. പിന്നെ എങ്ങനെയാ ഈ മിസ്സിംഗ് കേസിന്റെ കാര്യത്തിൽ അവരെ സംശയിക്കുന്നത്? സർ, അത് എൻ്റെ ഭാര്യ ഇത്തിരി ചൂടുണ്ടായിപ്പ. അലക്സിന് ശരിക്കും കൊടുത്തിട്ട് അവൾ പറഞ്ഞയച്ചത്. Keep your stupid attitude with yourself. I'm totally fed up of your pity show off, man. Go and get a life. നിങ്ങളിന്ന് രാവിലെയാണോ എറണാകുളത്ത് നിന്ന് വന്നേ? അതെ സർ. ഏകദേശം എത്ര സമയമായി കാണും? സർ, ഞാൻ 9 മണിക്കാണ് വീട്ടിലെത്തിയത്. അവൾ എല്ലാ ദിവസവും 9 മണി കഴിഞ്ഞാണ് വീട്ടിൽ നിന്ന് ഇറങ്ങാറ്. നിങ്ങൾ വന്നപ്പോൾ വീട്ടിൽ മകളുണ്ടായിരുന്നോ? ഇല്ല, അവൾക്ക് 8:45 സ്കൂൾ ബസ് വരും. ഓ, അവൾ സേഫാണോ? യെസ്, അവൾ സേഫാണ്. നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളൊന്നും കേട്ടിട്ട് എനിക്കവരെ സംശയിക്കാൻ തോന്നുന്നില്ല. തെളിവുകൾ വേണ്ടേ ആൻഡോ? തെളിവുണ്ട് സാർ. സാറിന് ഞാൻ രാവിലെ വിളിച്ചതിന് ശേഷം എന്ത് ചെയ്യണമെന്നറിയാതെ നടക്കുമ്പോൾ ആൻഡോ എൻ്റെ വീട്ടിനടുത്തുള്ള സുധാകരേട്ടനെ കണ്ടു. ആൻഡോ, ലിസി ഇന്ന് സ്കൂളിലേക്ക് പോയില്ലേ? ആ, അവൾ പോയി. എന്താട്ടാ? ഒന്നുമില്ലടാ, നീ ഒന്ന് വിളിച്ച് അവൾ സ്കൂളിൽ എത്തിയോന്ന് ചോദിക്ക്. ആ, അത് ചോദിക്കാം. ചേട്ടൻ കാര്യം പറ. ചിലപ്പോ എനിക്ക് തോന്നിയതായിരിക്കാം. ഞാൻ രാവിലെ ചെടിക്ക് വെള്ളയിച്ചോണ്ടിരിക്കുമ്പോൾ അവൾ അവിടെ ബസ് കാത്ത് നിൽക്കുമായിരുന്നു. ഞാൻ വീട്ടിനകത്തേക്ക് കയറിയപ്പോൾ പെട്ടെന്നെന്തോ ശബ്ദം കേട്ട് പുറത്തേക്ക് വന്ന് നോക്കി. അപ്പോൾ അവൾ അവിടെ ഉണ്ടായിരുന്നില്ല. അവൾ ബസ്സിലോ മറ്റോ കയറുക എന്നറിയാൻ വേണ്ടി ഞാൻ ദൂരത്തേക്ക് നോക്കിയപ്പോൾ ഒരു വെളുത്ത വാൻ അതിലൂടെ പോകുന്നത് കണ്ടു. നീ ടെൻഷൻ അടിക്കണ്ട, ഞാൻ കേട്ടത് വേറെ എന്തെങ്കിലും ശബ്ദമായിരിക്കും. അവളിപ്പോൾ സ്കൂളിലെത്തി കാണും. ഇല്ല സുധാകരേട്ട, അവൾ എത്തിയിട്ടില്ല. അപ്പോൾ ഞാൻ കണ്ട വെളുത്ത വാൻ? ചേട്ടൻ ആ വണ്ടിയുടെ നമ്പർ ശ്രദ്ധിച്ചോ? ഇല്ല, അത് കുറച്ച് ദൂരത്തായിരുന്നു.
സുധാകരേട്ടാ, ഇതിപ്പോൾ ആരോടൊന്നും പറയണ്ട. ബാക്കി ഞാൻ നോക്കിക്കോളാം. എന്നാ ശരി. FR ഡ്രൈവിംഗ് സ്കൂളിൻ്റെ മുന്നിലൂടെ ആയിരിക്കും ആ വണ്ടി പോയിട്ടുണ്ടാവുക. അതുകൊണ്ട് ഞാൻ ഡ്രൈവിംഗ് സ്കൂളിൽ കയറി അവിടുത്തെ സ്റ്റാഫുകളുടെ സഹായത്തോടെ CCTV ഫുട്ടേജ് പരിശോധിച്ചപ്പോൾ ആ വണ്ടിയുടെ നമ്പർ മനസ്സിലാക്കാൻ കഴിഞ്ഞു. മിസ്റ്റർ ആൻഡോ, ആ വാനിൽ അവളെ കയറ്റുന്നതോ അല്ലെങ്കിൽ സംശയകരമായ ഒരു സംഭവം ആരും കണ്ടിട്ടില്ല. പിന്നെ ആ വണ്ടിയുടെ നമ്പർ കിട്ടിയിട്ട് എന്തിനാ? അല്ല മുകേഷ്? ശരിയാ സാറേ, അത് വല്ല സോപ്പോ ചീപ്പോ വിൽക്കുന്ന പാവങ്ങളുടെ വണ്ടിയായിരിക്കും സാറേ. അല്ല സാറേ, പിന്നെ ആ വണ്ടിയുടെ RC ഓണർ ഒരു മജീദായിരുന്നു. ഏത് മജീദ്? ഏത് മജീദ് എന്നറിയാൻ എനിക്കും തോന്നി സാറേ ക്യൂരിയോസിറ്റി. ഞാൻ മജീദിനെ അന്വേഷിച്ച് ഇറങ്ങാൻ തന്നെ തീരുമാനിച്ചു. സഹായത്തിന് എൻ്റെ സുഹൃത്തുക്കളെയും വിളിച്ചു. നാളത്തേക്ക് റെഡിയൊക്കെ പോരെ? നാളത്തേക്ക് മതി. ഇവിടെ ആരാ മജീദ്? മജീദ് ഇവിടെ ഇല്ലല്ലോ. ഒന്ന് കാണണമായിരുന്നു. മജീദ് മാർട്ടിൻ ചേട്ടൻ്റെ കൂടെ. എന്നാ ശരി. വരട്ടെ. മാർട്ടിൻ? ഏത് മാർട്ടിൻ? താനെന്താ ആളെ കളിയാക്കുക? ഞാൻ എന്തിനാ സാറേ പോലീസുകാരെ കളിയാക്കുന്നത്? എൻ്റെ ഭാര്യ സാറിന് തന്ന റിപ്പോർട്ടിലെ പ്രധാനിയായിരുന്നില്ലേ ഈ മാർട്ടിൻ, ലോറി മാർട്ടിൻ. അവരൊക്കെ നിരപരാധികളായതുകൊണ്ടല്ലോ കോടതി വെറുതെ വിട്ടത്. പക്ഷെ എനിക്ക് പറ്റില്ലല്ലോ സാറേ. അവൾ എൻ്റെ ഭാര്യയല്ലേ. ഞങ്ങൾ പിന്നെയും പോയി മജീദിനെയും പിന്നെ മാർട്ടിനെയും തപ്പി. അത് മജീദായിരുന്നില്ലേ? അതെ സാർ. നീയൊക്കെ ഏതാണ്? എന്തിനാണ് എന്നെ പിടിച്ചു വെച്ചേക്കണത്? അധികം കളിക്കണ്ടോ, പണി പിന്നാലെ വരും. പണി വന്നോട്ടെ, അതൊക്കെ ഒരു ത്രില്ലല്ലേ. മാർട്ടിൻ. ഈ മാർട്ടിൻ നിന്റെ ആരാടാ? അവനിപ്പോ എവിടെ ഉണ്ട്? എനിക്കറിയില്ല ഭായി.
നീ ഞങ്ങളോട് പറയും, ഇല്ലെങ്കിലേ നീ ഇവിടെ തീരും. എന്നിട്ട് നിങ്ങൾ ആ വണ്ടിയെക്കുറിച്ച് ചോദിച്ചോ? ആ വെളുത്ത വാനിനെ കുറിച്ച്? അതെനിക്ക് മജീദിനോട് ചോദിക്കേണ്ടി വന്നില്ല സാർ. പിന്നെ അതിനു മുമ്പ് എനിക്കൊരു കോൾ വന്നു. കോളോ? വിളിച്ചത് അലക്സ് കുര്യനായിരുന്നു. അലക്സ് കുര്യൻ, എനിക്കറിയാം. മജീദ് ഇപ്പം നിങ്ങളുടെ അടുത്തുണ്ട്. നിങ്ങൾ ഇനി കാണാൻ പോകുന്നത് മാർട്ടിനെ ആയിരിക്കും. അതുവഴി നിങ്ങളുടെ വൈഫ് എവിടെയുണ്ടെന്ന് മനസ്സിലാക്കുകയും അവളെ രക്ഷിക്കാൻ ശ്രമിക്കുകയും ചെയ്യും. ഒരു കാര്യം ചെയ്യും, അങ്ങനെ വളഞ്ഞെന്ന് മൂക്ക് പിടിക്കണ്ട. ഞാൻ ലൊക്കേഷൻ അയച്ചുതരാം. ഇവിടെ വന്നാൽ മാർട്ടിനെ കാണാം, എന്നെ കാണാം, എന്തിന് നമ്മുടെ ടീച്ചറെയും കാണാം. ആ പിന്നെ ഇതൊന്നും പോലീസിൽ അറിയിക്കണ്ട എന്നൊന്നും ഞാൻ പറയില്ല. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. അത്ര അഹങ്കാരത്തോടെ അവൻ വിളിച്ചപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി സാറേ, അവനത്ര കൊമ്പത്തിരിക്കുന്നവനാണെന്ന്. എൻ്റെ ലിസിയുടെ ജീവൻ അപകടത്തിലായിരിക്കുമ്പോൾ എനിക്കെങ്ങനെ സാറേ പറ്റുക ഒന്നും ചെയ്യാതെ മാനം നോക്കിയിരിക്കാൻ? ഞങ്ങൾ പോയി. ഹാൻഡോ എത്തിയോ? ബോഡി ഗാർഡൊക്കെ ഉണ്ടല്ലോ. ഫ്രണ്ട്സ് ആയിരിക്കും അല്ലേ? ഭാര്യ കാണണ്ടേ? പിന്നെ കാണണ്ടേ? അനി കൊണ്ടുവാ. അവന് കൊടുത്തേക്ക്. പാവം, അവന്റെ ഭാര്യയല്ലേ, കൊണ്ടുപോയിക്കോട്ടെ. നിന്നെ അവരെന്തെങ്കിലും ചെയ്തോ? ഇല്ല, നിനക്കെന്തെങ്കിലും പറ്റിയോ? ഒന്നുമില്ല. വാ പോവാം. നിങ്ങൾ പോയിക്കോ, ടീച്ചർ ഞങ്ങളുടെ കൂടെ ഉണ്ടാവും. അതെങ്ങനെയാ ചേട്ടാ? അവളില്ലാതെ എനിക്ക് പോകാൻ പറ്റില്ലല്ലോ. റിസ്ക് എടുക്കണ്ടാ. അലക്സ് സാറ് പറയും പോലെ അനിയൻ ചെയ്. ഭാര്യയല്ലേ മാർട്ടിൻ സാറേ. മാർട്ടിൻ, പറ്റുമെങ്കിൽ കൊണ്ട് പോ സാറേ.
ആൻ്റെയുടെ സിറ്റുവേഷൻ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ നിങ്ങൾ ചെയ്തത് തെറ്റാണ്. ശരിയാണ് സാർ, ഇത് ഒരുമാതിരി നിയമം കയ്യിലെടുത്തതുപോലെയായി. സ്വയം വരുത്തി വെച്ച് കുരുക്കല്ലേ? പിന്നെ ഞങ്ങളൊക്കെ എന്തിനാടോ ഇവിടെ ഇരിക്കുന്നത്? ആൻ്റെ ഒരു കാര്യം ചെയ്യും, ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഒരു കംപ്ലൈൻറ്റ് എഴുതി കൊണ്ടുതാ, ബാക്കി ഞങ്ങൾ നോക്കിക്കോളാം. പേടിക്കണ്ടടോ, തൻ്റെ ഭാര്യയ്ക്ക് ഒന്നും സംഭവിക്കില്ല. കംപ്ലൈൻ്റ് എഴുതിക്കൊണ്ട് വന്നിട്ടുണ്ട് സാറേ. പക്ഷെ അത് തരുന്നതിന് മുമ്പ് കുറച്ചുകൂടി കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ വർക്ക് ചെയ്യുന്നത് എറണാകുളത്താണെന്ന് മാത്രമല്ലേ പറഞ്ഞിട്ടുള്ളത്, എന്ത് ജോലിയാണെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. എന്ത് ജോലിയാടോ? ഞാൻ സിനിമയിലെ സ്റ്റണ്ട് ആർട്ടിസ്റ്റാണ് സാർ. എന്നിട്ട് അടിച്ച് കൊല്ലണല്ലോ അതിനും. സർ, ഒരു മിനിറ്റ് ഒന്ന് പുറത്തു വരുമോ? മനസ്സിലായില്ല. പ്ലീസ് പ്ലീസ്, ഒറ്റ മിനിറ്റ്. ശരി, വരാം. താങ്ക് യു സർ. ജോജോ, അകത്തേക്ക് വാ. ഇറങ്ങടോ. പുറത്തിറങ്ങണോ? അടക്കെ. നിയമം കയ്യിലെടുത്തതിന് എന്ത് ശിക്ഷ വാങ്ങാൻ ഞാൻ തയ്യാറാണ് സാർ. പക്ഷേ അതിനു മുമ്പ് ഈ മെമ്മറി കാർഡ് സാറിന്ന് വാങ്ങണം. ഇതിൽ ഇവന്മാരുടെ മയക്കുമരുന്ന് ബിസിനസ്സുമായി ബന്ധപ്പെട്ട തെളിവുകൾ അടങ്ങിയ എല്ലാ ഫയൽസും ഉണ്ട്. സാറേ, എനിക്ക് DVSP ഷിയാബ് സാറിനെ വിളിച്ചു തരാമോ? സിയാബ് സാറിന് വേണ്ടപ്പെട്ട ആൾ എന്ന് പറഞ്ഞത് ഇങ്ങേരല്ലേ? എന്നാ വിളിച്ചു കൊടുക്കാല്ലേ സാറേ ഷിയാബ് സാറിന്? ഷിയാബ് സാറ് കോപ്പ് മാങ്ങാത്തൊലി എല്ലാറ്റും പിടിച്ച് അകത്തിട്ടോ സാർ. സാറേ, സർക്കിളെ കുറച്ചൊക്കെ പേടിക്കേണ്ടി വരും. അതൊക്കെ ഞാൻ പിന്നെ പേടിച്ചോളാം.
ഇത് ശീലാക്കണ്ട. ആ പിന്നെ വൈഫ് എവിടെ ഉണ്ട്? എന്നിട്ടെന്ത്? ഹീറോ വില്ലന്മാരൊക്കെ അടിച്ചിട്ട് സ്വന്തം ഭാര്യയെ ഒരു പോറല് പോലും ഏൽപ്പിക്കാതെ രക്ഷപ്പെടുത്തിക്കൊണ്ടുപോയി. ദേ പപ്പ വന്നു, നിന്റെ പപ്പയെ പോലുള്ള ഒരു ഹീറോ. കൈയടിക്കും. അതൊക്കെ ഞാൻ പിന്നെ പഠിച്ചോളാം. അതൊക്കെ ഞാൻ മഴ വന്നു ഗൈസ്.